വെൽക്കം ടു ശിക്ഷക് മിത്ര. ഇന്ന് SCERT ഹിന്ദി 10th ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് യൂണിറ്റായിട്ടുള്ള സഫറോം കി ജുഗൽബന്ദി എന്ന് പറയുന്ന യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള ഖിഡ്കി എന്ന് പറയുന്ന ലഘുകഥയുടെ എക്സ്പ്ലനേഷനാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പ്ലനേഷനിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭ്യമാകുന്നതിനായി ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. ഈ ഖിഡ്കി എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു ലഘുകഥയാണ് കേട്ടോ. അപ്പോൾ അത് എഴുതിയിരിക്കുന്നത് അഞ്ജു ഖർബന്ദയാണ്. അഞ്ജു ഖർബന്ദയുടെ ലഘുകഥയായിട്ടുള്ള ഖിഡ്കി എന്താണെന്ന് നമുക്ക് നോക്കാം. ഹോഷിയാർപൂർ സേ ഷാദി കാ ബുലാവ ആയാ ഥാ. ഹോഷിയാർപൂരിൽ നിന്നും എന്താണ് കല്യാണത്തിന് ഉള്ള ക്ഷണം ഉണ്ടായിരുന്നു. ഹോഷിയാർപൂർ സേ ഷാദി കാ ബുലാവ ആയാ ഥാ. ഹോഷിയാർപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എന്താണ് ഷാദി കാ ബുലാവ ആയാ ഥാ, കല്യാണത്തിന്. ഷാദി എന്ന് വെച്ചാൽ എന്താണ് കല്യാണം. ഷാദി കാ ബുലാവ ആയാ ഥാ, ക്ഷണം. ബുലാവ എന്ന് പറഞ്ഞാൽ ക്ഷണമാണ് കേട്ടോ. അപ്പോൾ കല്യാണത്തിനായിട്ടുള്ള ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. ട്രെയിൻ സേ ജാന തൈ ഹുവ. അപ്പോൾ എന്ത് ചെയ്തു, ട്രെയിനിൽ പോകാനായിട്ടാണ് തീരുമാനിച്ചത്. തൈ ഹുവ എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക, ട്രെയിനിൽ പോകാനായിട്ട് തീരുമാനിച്ചു. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി ഥി, इसलिए सोचा चलो इस बार AC के बजाय जनरल कोच से सफ़र का आनंद लिया जाए. എന്താണ് സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി ഥി, എന്താണ് തണുപ്പ് ചെറുതായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. इसलिए सोचा चलो इस बार AC के बजाय ജനറൽ കോച്ച് സേ സഫർ കാ ആനന്ദ് ലിയാ ജായ. അതുകൊണ്ട് തന്നെ എന്താണ് ഇത്തവണ AC പകരം എന്താണ് ജനറൽ കോച്ചിൽ യാത്ര ചെയ്ത് ആസ്വദിച്ച് പോകാമെന്ന് തീരുമാനിച്ചു. പഹലെ ബീവി ബച്ചെ ജനറൽ സേ ജാനെ പർ കുച്ച് നാരാസ് ഹുവേ. എന്താണ് ആദ്യം ഭാര്യയും കുട്ടികളൊക്കെ എന്താണ് ജനറൽ കോച്ചിൽ പോകാനായിട്ട് അല്പം ദേഷ്യപ്പെട്ടെങ്കിലും നാരാസ് ഹുയെ, നാരാസ് എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം എന്താണ് ഭാര്യയും മക്കളും കുറച്ച് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോകാൻ എന്താണ് കുറച്ചൊന്ന് ദേഷ്യപ്പെട്ടു എങ്കിലും എന്താണ് പർ ഫിർ ഥോടി നുക്കൂർ കെ ബാദ് മാൻ ഗയി. പിന്നീട് എന്താണ് ചെറിയൊരു നിർബന്ധത്തിനൊക്കെ ശേഷം എന്ത് ചെയ്തു, അവരും സമ്മതിച്ചു. ദില്ലി സേ ലഗ്ഭഗ് 8 ഘണ്ടെ കാ സഫർ. ഡൽഹിയിൽ നിന്നും ഏകദേശം 8 മണിക്കൂർ യാത്രയാണ് ഉണ്ടായിരുന്നത്. ലഗ്ഭഗ് എന്ന് പറഞ്ഞാൽ ഏകദേശമാണ് കേട്ടോ. പിന്നെന്താ സഫർ എന്ന് പറഞ്ഞാൽ യാത്ര. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ഏകദേശം ഒരു 8 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. സീറ്റ് ബുക്ക് തി തോ ജ്യാദ പരേശാനി നഹി ഹുയി. സീറ്റ് ബുക്ക് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ അധികം എന്താണ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ബച്ചോം നെ ജഗത് ഖിഡ്കി വാലി സീറ്റ് ഛട്പട്ട് ലി. ബച്ചോം നെ ഛട്ട് ഖിഡ്കി വാലി സീറ്റ് ഛട്പട്ട് ലി. കുട്ടികൾ പെട്ടെന്ന് തന്നെ ജനാലയ്ക്കടുത്തുള്ള സീറ്റ് പിടിച്ചടക്കി എടുത്തിരുന്നു. ചപ്പട്ട്ലി എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ സാരാ സാമാൻ സെക്കർ മാം അവർ പത്നി ബാത്തോം മേം മഷ്ഗൂൽ ഹോ ഗയേ. സാരാ സാമാൻ സെറ്റ് കർ എന്നാണ് എല്ലാ സാധനങ്ങളും എന്താണ് ഒരിടത്ത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാം അവർ പത്നി ബാത്തോം മേം മഷ്ഗൂൽ ഹോ ഗയേ. ഞാനും ഭാര്യയും എന്താണ് സംസാരത്തിൽ മുഴുകിയിരുന്നു. അടുത്ത പേജ് നോക്കിയേ. ദീദി ജമ്മു കി ഷോൾ ലേലോ ബഹുത് ബഢിയാ ഹെ. എന്താണ് ചേച്ചി ജമ്മുവിലെ ഷോൾ എടുക്കൂ, വളരെ നല്ലതാണ്. അപ്പോൾ അവരാണ് ഒരു ഷോൾ വിൽപ്പനക്കാരി അതുവഴി വരുന്നു, അവരാണ് ഈ പറയുന്നത്. രംഗ് ബിരംഗി ഷോളോം കാ ഭാരി ഗഠർ ഉഡായെ എക് സ്ലാവി സലോനി കജരാരി ആംഖോം വാലി യുവതി പത്നി കോ ഇസ്രാർ കർനെ ലഗി. എന്താണ് പല നിറത്തിലുള്ള രംഗ് ബിരംഗി പല നിറത്തിലുള്ള ഷോളുകളുടെ ഭാരമുള്ള കെട്ടുമായിട്ട് എന്താണ് മാൻപേടയെ പോലെ ഉള്ള കണ്ണുകളുള്ള സുന്ദരിയായൊരു പെൺകുട്ടി എന്താണ് ഭാര്യയെ നിർബന്ധിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഭാര്യ ചോദിക്കുവാണ്, കിത്നെ കീ ഹേ, ഇത് എത്രയാണ്? 250 കി, 250 രൂപ. ഇത്രയും മഹക്കി, ഇത്രയും വിലയോ? അപ്പോൾ അവർ പറയുവാണ്, ജ്യാദ പീസ് ലോഗി തുകം കർ ദൂങ്കി. കൂടുതൽ എണ്ണം എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ വില കുറച്ച് നൽകാം. അപ്പോൾ ഭാര്യ ചോദിക്കുകയാണ്, മുझे ദുക്കാൻ ഖോൽനെ ഹേ ക്യാ, എനിക്ക് എന്താ കട തുറക്കാനാണോ അത്രയും എന്നാണ് അവർ തിരിച്ചു ചോദിക്കുവാണ്. ലേലോ നാ ബഹനോം അവർ ഭായിയോം കേലിയെ. എടുക്കൂ, എന്താണ് സഹോദരിമാർക്കും നാത്തൂന്മാർക്കും ഒക്കെ വേണ്ടി എന്ത് ചെയ്യൂ, നിങ്ങൾ എടുക്കൂ. മേം നെ പത്നിക്ക് ഇഷാര കിയ. ഞാൻ എന്ത് ചെയ്തു, ഭാര്യയ്ക്ക് ആംഗ്യം കാണിച്ചു.
तो उसने आँख दरेकर मुझे चुप रखने का संकेत किया. അപ്പോൾ അവൾ എന്ത് ചെയ്തു, തിരിച്ചെന്നെ കണ്ണുരുട്ടി എന്നോട് എന്ത് ചെയ്യാണ്, മിണ്ടാതിരിക്കാനായിട്ട് ആംഗ്യം കാണിച്ചു. അച്ഛാ 5 പീസ് ലൂം തോ കിതനെ കോ ദോഗി. അപ്പോൾ എന്താണ്, ശരി 5 എണ്ണം എടുക്കുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് തരും. അപ്പോൾ അവർ പറയുകയാണ് എന്താണ്, 200 രൂപയെ പെർ പീസ് ലേനാ ദീദി. ചേച്ചി ഒരു പീസിന് 200 രൂപ വീതം തന്നാൽ മതി. എന്താണ്, 5 എണ്ണം എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഒരു പീസിന് 200 രൂപ വെച്ച് തരണം. എന്നാ 100 രൂപയെ പെർ, എന്താണ് എനിക്ക് വേണ്ട, 100 രൂപയ്ക്കാണെങ്കിൽ എന്താണ് ഓക്കെയാണ്. എന്താ 200 രൂപയ്ക്കൊന്നും വേണ്ട, 100 രൂപയ്ക്കാണെങ്കിൽ ഞാൻ ഓക്കെയാണ്. ദീദി 100 तो बहुत कम है. എന്താണ് ചേച്ചി, 100 രൂപ എന്നത് എന്താണ് വളരെ കുറവാണ്. कहते हुए उसका गला रुक गया और उसकी खजरारी आंखें पर आई. ഇത് പറഞ്ഞപ്പോൾ എന്താണ്, ആ പെൺകുട്ടിയുടെ തൊണ്ട ഇടറുകയും എന്ത് ചെയ്തു, അവളുടെ കണ്ണുകൾ നിറയുകയും ചെയ്തു. അടുത്ത പേജ് നോക്കിയേ. ചൽ ന തേരി ന മേരി 150 പെർ പീസ്. അപ്പോൾ എന്താണ് അവർ പറയണ, ശരി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നാണ്, എൻ്റെയല്ല നിൻ്റെയല്ല, എന്താണ് ഒരു പീസിന് 150 രൂപയാണെങ്കിൽ ഞാൻ എടുക്കാം. അച്ഛാ ദീദി ടീക്ക് ഹെ ലോ രംഗ് പസന്ത് കർലോ. എന്താണ്, ശരി ചേച്ചി കൊള്ളാം, നിങ്ങൾ എന്താണ് നിറം തിരഞ്ഞെടുത്തോളൂ. കുച്ച് സോച്തേ ഹുയെ ഉസ്നെ കഹാ ഓർ ഗട്ടർ പത്നിക്ക് സാമനെ സർക്കാ ദിയ. എന്താണ് എന്തോ ആലോചിച്ചുകൊണ്ട് അവൾ പറഞ്ഞു എന്താണ്, എന്നിട്ട് എന്ത് ചെയ്തു, ഷോൾ കെട്ട് എന്താണ് ആ ഭാര്യയുടെ മുന്നിലേക്ക് അവൾ അങ്ങനെ നീക്കി വെച്ചു. पत्नी ने 5 शॉल और अलग कर ली और मेरी और 1 रुपये देने का इशारा किया. ഭാര്യ എന്ത് ചെയ്തു, 5 ഷോളുകൾ മാറ്റി വയ്ക്കുകയും എൻ്റെ നേരെ നോക്കിയിട്ട് എന്ത് ചെയ്തു, പണം കൊടുക്കാനായിട്ട് എന്ത് ചെയ്തു, ആംഗ്യം കാണിക്കുകയും ചെയ്തു. പിന്നെന്താണ്, മീമിനെ 750 രൂപയെ നിക്കാൽക്കർ തേതിയെ. എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു, 750 രൂപ എന്ത് ചെയ്തു, പെട്ടെന്നെടുത്ത് കൊടുത്തു. उसके जाने के बाद रास्ते पर पत्नी की सुई इसी बात पर अटकी रही. वो एक बार में ही डेढ़ साउंड में मान गई. गलती की छोटा तोला मोला और करना चाहिए था. എന്ത് ചെയ്തു, ആ പെൺകുട്ടി പോയതിന് ശേഷം യാത്രയിലുടനീളം എന്താണ് ഈ ഭാര്യയുടെ ചിന്ത എന്താണ്, ഒരേ കാര്യത്തിൽ തന്നെ ഇങ്ങനെ ഉറച്ചു നിൽക്കുമായിരുന്നു. എന്താണ്, ഒറ്റയടിക്ക് അവൾ 150 രൂപയ്ക്ക് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, സമ്മതിച്ചു. പക്ഷെ എന്താണ്, ഗൽത്തിക്ക് തോല ഓൾ കർണ ചാഹിയേത. എന്താണ് അബദ്ധം പറ്റി, എന്താണ് കുറച്ചുകൂടി ഒന്ന് വിലപേശേണ്ടതായിരുന്നു, എങ്കിലെന്ത് ചെയ്തേനെ, കുറച്ചുകൂടി ഒന്ന് കുറഞ്ഞു കിട്ടിയേനെ എന്ന് ആ ഭാര്യ എന്ത് ചെയ്തു, ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ആ യാത്രയിലുടനീളം ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഓർ മേരി സുയി എന്താണ്, പക്ഷെ എൻ്റെ ചിന്ത അതേസമയം എന്തായിരുന്നു, അതീത് മേം ജാ അടക്കി ധീ. എന്താണ്, ഭൂതകാലത്തിൽ പോയി തങ്ങി നിന്നു. ബേട്ടി കോ ഗോദ് മേ ബിഠാ റേൽഗാഡിക്ക് ഖിഡ്കി സേ ജഗാത്ത മേം സോച്ച് രഹാ ഥാ. എന്താണ്, മകളെ മടിയിലിരുത്തി എന്ത് ചെയ്തു, അയാൾ ആ ട്രെയിൻ ജനാലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ എന്താണ്, അയാളിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. മേരെ പിതാ भी रेलगाड़ी में सामान बेच जब धके हारे घर आते तो उनकी आँखों में भी वही नमी थी जो आज उस युवती की आँखों में थी. എന്താണ്, എൻ്റെ അച്ഛനും എന്താണ് ഇതുപോലെ ട്രെയിനിൽ സാധനങ്ങൾ വെച്ചിങ്ങനെ തളർന്ന് വരുമ്പോൾ, ഇതൊക്കെ ഒയ്യല്ലേ തളർന്ന് വീട്ടിലെത്തുമ്പോഴത്തേക്കും എന്താണ്, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ മുൻകി ആങ്കോമേവി എന്താണ്, ഇന്നത്തെ ആ യുവതിയുടെ കണ്ണുകളിലുണ്ടായിരുന്ന അതേ നനവ് അല്ലെങ്കിൽ എന്താണ് ഒരു വിഷമം, സങ്കടം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കണ്ണുകളിലും ഉണ്ടായിരുന്നു എന്നുള്ളത് എന്ത് ചെയ്തു, അയാളിങ്ങനെ ഇരുന്ന് ചിന്തിച്ചു. അപ്പോൾ ഇതാണ് ഈ ഒരു ലഘുകഥ എന്ന് പറയുന്നത്. ഇതിലെന്താണ്, ആ യാത്രികൻ എന്താണ് ഇങ്ങനെ ഒരു ട്രെയിനിൽ ഇങ്ങനെ ഒരു കച്ചവടക്കാർ വന്നിട്ട് എന്താണ് ആ ഷോൾ വിൽപ്പന നടത്തിയിട്ട് പോയപ്പോൾ എന്താണ് അവരെന്താണ് ലാസ്റ്റ് അവരാദ്യം പറഞ്ഞത് എന്താണ് 250 കൊടുക്കണമെന്നാണ് പറഞ്ഞതല്ലേ. പിന്നെ അവരെന്ത് ചെയ്തു, 200 കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവരെന്ത് ചെയ്തു, 150 സമ്മതിച്ചു അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, അവർ വിഷമത്തോടെ ആയിരിക്കും അങ്ങനെ സമ്മതിച്ചിട്ട് പോയത്. എന്ത് ചെയ്തു, ആ ഷോള് വിറ്റിട്ട് അവർ പോയത്. അപ്പോൾ അതേ ആ യുവതിയുടെ കണ്ണിലുണ്ടായിരുന്ന ആ ഒരു വിഷമം എന്ത് ചെയ്തു, ഈ എന്താണ് യുവതിയുടെ ഹസ്ബൻഡിന് മനസ്സിലായി. അയാൾ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ പിതാവിനെയാണ് ആ സമയത്ത് ഓർക്കുന്നത്. എന്താ അദ്ദേഹത്തിൻ്റെ പിതാവും എന്താണ് ഇതുപോലെ ഇങ്ങനെ ട്രെയിനിൽ എന്താണ് വിൽപ്പനകൾ നടത്തിയിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആളും എന്താണ് ഇങ്ങനെ ക്ഷീണിച്ച് അവശനായിട്ട് വീട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിലും എന്താണ് ഇതേ ഒരു വിഷമം എന്ത് ചെയ്യുന്നുണ്ട്, ഈ വ്യക്തി കണ്ടിട്ടുണ്ട്. അതാണ് പെട്ടെന്ന് അയാൾക്ക് ഓർമ്മ വന്നത്. അപ്പോൾ അതുപോലെ വിഷമം അനുഭവിക്കുന്ന തൻ്റെ അച്ഛനും എന്താണ് ഇതുപോലെ ഇങ്ങനെയൊക്കെ ആയിരിക്കും, എന്താണ് ട്രെയിനിൽ ഇങ്ങനെ വിൽപ്പനയൊക്കെ നടത്തുമ്പോൾ അങ്ങനെയൊക്കെ വിഷമിച്ചായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നുള്ളൊരു ചിന്ത ആർക്കുണ്ടായി, ആ
ആ ഒരു യുവതിയുടെ ഹസ്ബൻഡിന് ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഇത്രയാണ് ഈ ഒരു ഖിഡ്കി എന്ന് പറയുന്ന ലഘുകഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ ഈ ഒരു മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് അടുത്ത പാർട്ടിൽ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.